എല്ലാവർക്കും നമസ്കാരം. CNN BHS ചേർപ്പിൻ്റെ UP വിഭാഗം സോഷ്യൽ സയൻസ് ചാനലായ CNN UP സോഷ്യൽ സയൻസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ പുതിയ ഒരു യൂണിറ്റ് നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് മെഡീവൽ വേൾഡ്, മധ്യകാല ലോകം. നമ്മൾ ഈ ഒരു വർഷം മുഴുവനും മധ്യകാലഘട്ടത്തിലെ ചരിത്രമാണ് പഠിക്കുക എന്ന് തുടക്കം തന്നെ പറഞ്ഞിരുന്നതാണല്ലോ. ഇതിനു തൊട്ടു മുൻപുള്ള പാഠത്തിലും നമ്മൾ മധ്യകാല ഇന്ത്യയെക്കുറിച്ച്, അവിടുത്തെ സാഹിത്യം, കലകൾ ഇവയെക്കുറിച്ചെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ പാഠത്തിൽ നമ്മൾ വേൾഡ് ഹിസ്റ്ററി, ലോക ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. മധ്യകാല ലോകം. ഈ ഒരു പാഠത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഒരു ചെറിയ ആമുഖം മാത്രമാണ് ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ലോക ചരിത്രത്തിലെ മധ്യകാലഘട്ടം ഏത് നൂറ്റാണ്ട് മുതൽ ഏത് നൂറ്റാണ്ട് വരെയാണ് എന്ന് നമുക്ക് ആദ്യമായി തന്നെ നോക്കാം. മെഡീവൽ പീരിയഡ് ഇൻ വേൾഡ് ഹിസ്റ്ററി നമ്മൾ മുൻപും കണ്ടു കഴിഞ്ഞതാണ്. ഇന്ത്യ ചരിത്രത്തിൽ 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തെയാണ് മധ്യകാലഘട്ടം എന്ന് പറയുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ ലോക ചരിത്രത്തിൽ ഏത് നൂറ്റാണ്ട് മുതൽ ഏത് നൂറ്റാണ്ട് വരെയാണ് എന്ന് നമുക്ക് നോക്കാം. CE 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് ലോക ചരിത്രത്തിൽ വേൾഡ് ഹിസ്റ്ററിയിലെ മെഡീവൽ പീരിയഡ് അഥവാ മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. ബിറ്റ്വീൻ ദ 5th and the 15th centuries CE. So the period between 5th and 15th century CE is known as the medieval period in world history. നമ്മുടെ പാഠത്തിൻ്റെ തുടക്കം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഒരു ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. കാലം CE 5ാം നൂറ്റാണ്ട്, അതായത് മധ്യകാലഘട്ടത്തിൻ്റെ തുടക്കമാണ്. 5ാം നൂറ്റാണ്ടിലെ കാര്യമാണ് പറയുന്നത്. യൂറോപ്പിലെ ജനങ്ങൾ ഓരോ ദിവസവും ഭീതിയോടെയാണ് തള്ളി നീക്കിയത്. വടക്കൻ യൂറോപ്പിൽ നിന്നുള്ള ജർമാനിക് വർഗക്കാരുടെ നിരന്തര ആക്രമണങ്ങളായിരുന്നു അവരുടെ ഭീതിക്ക് കാരണം. പണ്ട് മുതൽ തന്നെ ആളുകൾ തമ്മിലുള്ള, പല വിഭാഗങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും കാര്യങ്ങളും പിടിച്ചെടുക്കുന്നതിന് വേണ്ടി, സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയെല്ലാമുള്ള യുദ്ധങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അല്ലേ? നമുക്കറിയാവുന്നതാണ് അങ്ങനെ പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇനി യൂറോപ്പിലെ കഥയാണ് ഇവിടെ പറയുന്നത്. വടക്കൻ യൂറോപ്പ്, നോർത്ത് യൂറോപ്പിൽ അവിടെയുള്ള ജർമാനിക് വർഗക്കാർ, അവിടെയുള്ള വർഗക്കാരുടെ പേരാണ് ജർമാനിക് എന്നുള്ളത്. നിരന്തര ആക്രമണങ്ങൾ അവർ ചെയ്തിരുന്നു. ഇരച്ചു വന്ന ആക്രമണകാരികൾ നഗരങ്ങൾ കൊള്ളയടിക്കുകയും ആളുകളെ കൂട്ടക്കുരുതി നടത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. കൊള്ളയടിക്കുക, ആളുകളുടെ കയ്യിലുള്ള പണമെല്ലാം കൊള്ളയടിക്കുക, ആളുകളെ കൊല്ലുക, ഇവയെല്ലാം അവർ ചെയ്തിരുന്നു. ജനങ്ങൾ രാജാക്കന്മാരോട് സങ്കടമുണർത്തിച്ചു. രാജാവുണ്ടായിരുന്നു അവിടെ. അപ്പോൾ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുക? ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ജനങ്ങൾ രാജാവിൻ്റെ അടുത്ത് രക്ഷ തേടി പോകുന്നു. അതുപോലെ തന്നെ ഇവിടെയും ജനങ്ങൾ രാജാക്കന്മാരോട് സങ്കടമുണർത്തിച്ചു. പക്ഷേ അവരും നിസ്സഹായരായിരുന്നു. അവർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. ജർമാനിക് വർഗക്കാരെ കുറിച്ച് പറഞ്ഞല്ലോ. ആരാണ് ജർമാനിക് വർഗക്കാർ എന്നും നമുക്കൊന്ന് നോക്കാം. യൂറോപ്പിൽ റൈൻ, ഡാന്യൂബ് ഈ 2 നദികളുടെ വടക്കൻ പ്രദേശങ്ങളിൽ നോർത്ത് ഭാഗത്ത് CE 4ാം നൂറ്റാണ്ട് 5ാം നൂറ്റാണ്ടൊക്കെയായി ജീവിച്ചിരുന്ന വിവിധ ഗോത്രവർഗങ്ങളെയാണ് ജർമാനിക് വർഗക്കാർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ പുരാതന റോമാക്കാർ, പണ്ടുകാലത്തുള്ള റോമാക്കാർ, റോം എന്ന സ്ഥലത്തെ ആളുകളും ഗ്രീസിലെ ആളുകളും അവരെ ഒരു പേര് വിളിച്ചിരുന്നു, ബാർബേറിയന്മാർ, പരിഷ്കൃതരായിട്ടില്ല. ഒരു മോഡേണൈസേഷൻ അവിടെ വന്നിട്ടില്ല. പരിഷ്കാരം ഒട്ടും ഇല്ലാത്ത ആളുകളാണ് അവർ എന്നാണ് അവരെ വിളിച്ചിരുന്നത്. അവരുടെ കുറച്ച് പേരുകളാണ്, പല വിഭാഗക്കാരുടെ പേരുകളാണ് ഫ്രാങ്കുകൾ, സാക്സന്മാർ, ജൂട്ട് വർഗക്കാർ തുടങ്ങിയവർ. അതൊന്നും നമുക്ക് കാര്യമായിട്ട് നോക്കണ്ട. പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം, നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ ജർമാനിക് വിഭാഗക്കാർ ഇത്രമാത്രം മനസ്സിലാക്കിയിരിക്കുക. യൂറോപ്പിൽ, വടക്കൻ യൂറോപ്പിലുള്ള
ജർമാനിക് വർഗക്കാർ യുദ്ധം നടത്തിയിരുന്നു, അവരെ കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു. ജനങ്ങൾ രാജാവിനോട് സങ്കടമുണർത്തിച്ചു. അവസാനം രാജാക്കന്മാർ ഒരു വഴി കണ്ടെത്തി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നവർക്ക് രാജ്യത്തെ ഭൂമി വീതിച്ചു നൽകും എന്ന് ഒരു വിളംബരം അവർ പുറപ്പെടുവിച്ചു. ആരാണ് ഈ എല്ലാ ഭൂമിയുടെയും സംരക്ഷകൻ? ആരാണ്? ആരുടെ കീഴിലാണ് ഉള്ള ഭൂമി മുഴുവനും നിൽക്കുക? രാജാവിൻ്റെ കയ്യിലാണ് അല്ലേ? അപ്പോൾ രാജാവ് പ്രഖ്യാപിക്കുകയാണ്, ജനങ്ങളെ ആരാണോ സംരക്ഷിക്കുന്നത്, ജീവനും സ്വത്തിനുമെല്ലാം സംരക്ഷണം നൽകുന്നവർ, അതായത് ഈ ജർമാനിക് വിഭാഗക്കാരിൽ നിന്ന് മോചനം നൽകുന്നവർ ആരൊക്കെയാണോ അവർക്ക് സഹായിക്കുന്നവർക്ക് രാജ്യത്തെ ഭൂമി വീതിച്ചു നൽകും എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ അവിടെയുള്ള കുറേ പ്രഭുക്കന്മാർ, ധീരന്മാരും യുദ്ധവീരന്മാരുമായുള്ള നിരവധി പ്രഭുക്കൾ ആ ജനങ്ങളുടെ സംരക്ഷകരായി രംഗത്ത് വന്നു. അങ്ങനെ അവർ എന്തു ചെയ്യുന്നു? രാജാവിന് മിലിറ്ററി സർവീസ്, രാജാവിൻ്റെ ആ പടയിൽ സഹായിക്കാനായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ ഈ ജർമാനിക് വിഭാഗക്കാരെ അവർ തുരത്തി ഓടിച്ചു. ഈ പ്രഭുക്കന്മാർക്ക് രാജാക്കന്മാർ പറഞ്ഞിരുന്ന വാക്ക് പാലിച്ചു. പ്രതിഫലമായിട്ട് ലഭിച്ച ഭൂമി എന്തു ചെയ്തു? ഈ പ്രഭുക്കന്മാർ അവർക്ക് കിട്ടിയ ഭൂമി തങ്ങളോട് കൂറു പുലർത്തിയവർക്ക്, തങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക്, അവരുടെ താഴെയുള്ളവർക്ക്, അവർക്ക് സേവനങ്ങൾ നൽകുന്നവർക്ക് അവർക്ക് നൽകി എന്നാണ് പറയുന്നത്. അപ്പോൾ രാജാവിൻ്റെ കയ്യിലുള്ള ഭൂമി പ്രഭുക്കന്മാർക്ക് കിട്ടി. പ്രഭുക്കന്മാർ അവരുടെ കയ്യിലുള്ള ഭൂമി തങ്ങളുടെ കീഴിലുള്ളവർക്ക് കൊടുത്തു. അങ്ങനെ ആ കിട്ടിയവർ, ഭൂമി ലഭിച്ചവർ, മൂന്നാമത് കയ്യിലേക്ക് ഭൂമി ലഭിച്ചവർ അതേ വ്യവസ്ഥയിൽ, അതായത് സേവനങ്ങൾ നേടി പകരം മറ്റു ചിലർക്ക് ഭൂമി കൈമാറുകയാണ് ചെയ്തത്. അങ്ങനെ വിതരണം ചെയ്ത ഭൂമിയിൽ അവസാനം കർഷകരെ കൊണ്ട് പകലന്തിയോളം വളരെയധികം കഷ്ടപ്പാടോടുകൂടി ജോലി ചെയ്യിപ്പിച്ചു. അടിമകളുടേതിന് തുല്യമായിരുന്നു കർഷകരുടെ ജീവിതം എന്നാണ് നമ്മുടെ ഈ വിവരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാര്യം ഒന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ഒന്ന് നോക്കിയാലോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകണമല്ലോ അതിൻ്റെ അർത്ഥമെല്ലാം. ഈ 5th century the Europeans lived in fear of the constant attacks by the Germanic tribes of northern Europe. So the Germanic tribes, they belong to the northern Europe. നോർത്ത് സൈഡിൽ, വടക്ക് ഭാഗത്താണ് ജർമാനിക് ട്രൈബ്സ് അവിടെ താമസിക്കുന്നത്. And the Europeans lived in fear of the constant attacks. The Germanic tribes constantly attacked the other Europeans. തുടർച്ചയായിട്ട് യൂറോപ്യൻസിനെ, എന്നാൽ എന്താ, യൂറോപ്പിലുള്ള ആളുകളെ ആക്രമിച്ചിരുന്നു എന്ന് പറയുന്നു. ദ ഇൻട്രൂഡിങ് അറ്റാക്കേഴ്സ്, നമ്മൾ ആ ഒരു വാക്ക് കണ്ടിരുന്നു അല്ലേ? ഇരച്ചു വന്ന് പെട്ടെന്ന് ഇങ്ങനെ വന്ന് ദി ലൂട്ടഡ് സിറ്റീസ്, കൊള്ളയടിക്കുക, സമ്പത്ത് കൊള്ളയടിക്കുക. ആൻഡ് മാസക്കേർഡ് പീപ്പിൾ, എന്താണ് മാസക്കർ? ആദ്യമായി കാണുന്ന ഒരു വാക്കാണെന്ന് തോന്നുന്നു അല്ലേ? കൂട്ടക്കൊല നടത്തുക, ആളുകളെ നിരത്തി എല്ലാവരെയും കൊല്ലുക, വഴിയിൽ കാണുന്നവരെ മുഴുവൻ കൊല്ലുക. അതിനെയാണ് എന്തു പറയുന്നത്? മാസക്കർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The natives approached. Natives എന്നാൽ എന്താണ്? നാട്ടുകാർ, അവിടെയുള്ള നാട്ടുകാർ. They approached their kings for protection. Naturally the natives, ആളുകൾ എന്തു ചെയ്യുന്നു? They approached their kings, അവരുടെ രാജാക്കന്മാരെ സമീപിച്ചു. അപ്രോച്ച് ചെയ്യുക എന്നാൽ സമീപിക്കുക. ഫോർ എന്തിനു വേണ്ടിയാണ്? ഫോർ വാട്ട്? They approached their kings. They approached their kings for the protection. Protection from whom? Protection from these attacks. Protection from these Germanic tribes. But the kings were helpless. അവർക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. രാജാക്കന്മാർക്ക് തനിയെ ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്ന് പറയുന്നു. ഫൈനലി, അവസാനം എന്തുണ്ടായി? ദ കിങ്സ് അറൈവ്ഡ് അറ്റ് എ സൊല്യൂഷൻ. ദേ ഫൗണ്ട് ഔട്ട് എ സൊല്യൂഷൻ. ദേ ഡിക്ലെയർഡ് ദാറ്റ്, അവർ പ്രഖ്യാപിച്ചു, പീസസ് ഓഫ് ലാൻഡ് വുഡ് ബി ഗിവൺ ആസ് റിവാർഡ് ടു ദോസ് ഹു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് വെൽത്ത് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും, വെൽത്ത് എന്നാൽ സ്വത്ത്, അവർക്ക് ആരാണോ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങളും, ജനങ്ങളുടെ ജീവനും സ്വത്തും ആരാണോ സംരക്ഷിക്കുന്നത്, അവർക്ക് എന്തു കൊടുക്കുമെന്ന് പറഞ്ഞു? ദേ വുഡ് ബി റിവാർഡഡ് വിത്ത് ദ പീസസ് ഓഫ് ലാൻഡ്. രാജാവിൻ്റെ കയ്യിലുള്ള ഈ ഭൂമി അവർക്ക് കൊടുക്കും എന്ന് രാജാവ് ഡിക്ലെയർ ചെയ്യാണ് ഉണ്ടായത്.
സെവറൽ ഷിവൽറസ്, ധൈര്യവാന്മാർ, യുദ്ധവീരന്മാർ. ഷിവൽറസ് എന്നാൽ അർത്ഥം യുദ്ധവീരന്മാർ. ലോർഡ്സ്, ആരാണ് വന്നത്? ലോർഡ്സ്. ലോർഡ്സ് എന്നാൽ പ്രഭുക്കന്മാർ. came forward to protect the people and they were rewarded as promised. ഇവരെ തുരത്തി ഓടിച്ചതിന് ശേഷം they were rewarded as promised. The king distributed the land to the lords. They in turn, അവരെന്ത് ചെയ്തു? distributed these pieces of land among others. ആർക്ക് കൊടുത്തു? മറ്റുള്ളവർക്ക് കൊടുത്തു ഈ കിട്ടിയ ഭൂമി. ആർക്കാണ് കൊടുത്തത്? ഹൂ വർ ലോയൽ ടു ദം, അവരോട് കൂറു പുലർത്തിയിരുന്ന, അവരോട് നല്ല രീതിയിൽ പെരുമാറി അവർക്ക് സഹായങ്ങളെല്ലാം ചെയ്യുന്ന ആളുകൾക്ക്. ആൻഡ് വർ റെഡി ടു റെൻഡർ ദ സർവീസ്. അവർ പകരം എന്താണ്? ഭൂമി വെറുതെ അല്ലല്ലോ കൊടുക്കുന്നത്. ഭൂമി എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? പകരം തങ്ങളെ സേവിക്കായി പ്രഭുക്കന്മാർക്ക് തങ്ങൾക്ക് പകരം സേവനം നൽകണം എന്നുള്ള വ്യവസ്ഥയിൽ അവർക്ക് ഭൂമി കൊടുത്തു. ദ ലാൻഡ് സോ ഒബ്റ്റെയിൻഡ് വാസ് ഹാൻഡഡ് ഓവർ ടു സം അതേഴ്സ്. അങ്ങനെ ഈ പ്രഭുക്കന്മാർ കൊടുത്ത ആളുകളുണ്ടല്ലോ, ആ ആളുകൾ വീണ്ടും മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. ഇതേ വ്യവസ്ഥയിൽ പകരം എന്ത്? സേവനം, സർവീസ് വേണം എന്നുള്ള വ്യവസ്ഥയിൽ വീണ്ടും അവർ പങ്കുവെച്ചു കൊടുക്കുകയാണ്. Farmers were engaged to work in these lands. അങ്ങനെ വീണ്ടും ആ കിട്ടിയ ഭൂമിയിൽ ആരാണ് പണിയെടുത്തിരുന്നത്? ഫാമേഴ്സ്, കർഷകർ പണിയെടുത്തിരുന്നു. ത്രൂ ഔട്ട് ദ ഡേ, ഫുൾ ഡേ, ദിവസം പകലന്തിയോളം, രാവിലെ മുതൽ രാത്രി വരെ അവർ പണിയെടുത്തിരുന്നു. ദ ലൈഫ് ഓഫ് ദീസ് ഫാമേഴ്സ് വാസ് നോട്ട് ബെറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ സ്ലേവ്സ് ഹൂ ആർ സ്ലേവ്സ്. അടിമകളെക്കാളും ഒട്ടും തന്നെ മെച്ചമായിരുന്നില്ല അവരുടെ അവസ്ഥ. അതായത് എന്താണ്? അടിമകളെ പോലെയുള്ള ജീവിതമാണ് ഈ ഫാമേഴ്സിന് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് യൂറോപ്പിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്കതൊന്ന് പട്ടികപ്പെടുത്തി നോക്കാം. വാട്ട് ഓൾ ഇൻഫോർമേഷൻ ക്യാൻ യു ഗെറ്റ് ഫ്രം ദ ഹിസ്റ്ററി ഓഫ് മെഡീവൽ യൂറോപ്പ് ഫ്രം ദിസ് ഗിവൺ ഡിസ്ക്രിപ്ഷൻ? ഈ ഒരു വിവരണത്തിൽ നിന്ന് യൂറോപ്പിൻ്റെ മധ്യകാലത്തെ ചരിത്രത്തെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് നമുക്കൊന്ന് പട്ടികപ്പെടുത്തി നോക്കാം. യൂറോപ്പിലെ ജനങ്ങൾ നിരന്തരം ആക്രമണങ്ങൾ നേരിട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ദ യൂറോപ്യൻസ് കോൺസ്റ്റന്റ്ലി ഫേസ്ഡ് അറ്റാക്സ്. ആക്രമണങ്ങളെ ചെറുക്കാൻ രംഗത്ത് വന്ന പ്രഭുക്കന്മാർക്ക് രാജാവ് ഭൂമി വീതിച്ചു നൽകിയിരുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ പട്ടികപ്പെടുത്തുന്നുള്ളൂ. ജർമാനിക് വിഭാഗക്കാരാണ് എന്നുള്ളതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. നമുക്ക് അടുത്തു വരുന്ന ഇനിയുള്ള ക്ലാസ്സുകളിൽ ഉപയോഗമുള്ള ഭാഗങ്ങളാണ് ഇവിടെ പട്ടികപ്പെടുത്തുന്നത്. ആക്രമണങ്ങളെ ചെറുക്കാൻ രംഗത്ത് വന്ന പ്രഭുക്കന്മാർക്ക് രാജാവ് ഭൂമി വീതിച്ച് നൽകിയിരുന്നു. The king distributed pieces of land to the lords who helped in defending the attacks. ഡിഫെൻഡ് ചെയ്യാൽ എന്നാൽ ചെറുത്ത് നിൽക്കുക, ആക്രമണങ്ങളെ ചെറുത്ത് നിൽക്കുന്ന, അതിനുവേണ്ടി സഹായിച്ച പ്രഭുക്കന്മാർക്ക് ലോർഡ്സ് എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കിനിയും ആവശ്യമുള്ളതാണ്. അടുത്തതെന്താണ് നമ്മൾ കണ്ടെത്തിയത്? പ്രഭുക്കന്മാർ അവർക്ക് ലഭിച്ച ഭൂമി മറ്റു ചിലർക്ക് വീതിച്ച് നൽകി. അവരുടെ താഴെയുള്ള കുറച്ച് ആളുകൾക്ക് വീതിച്ച് നൽകി. ലോർഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ദ ലാൻഡ് ദേ റിസീവ്ഡ് ഫ്രം ദ കിങ് ടു സം അതേഴ്സ്. ഇനി എന്താണ്? പ്രഭുക്കന്മാരിൽ നിന്ന് ഭൂമി ലഭിച്ചവർ മറ്റു ചിലർക്ക് ആ ഭൂമി പകുത്തു നൽകി. The people who received land from the lords, they distributed the same to some other people. കൃഷിഭൂമിയിൽ കർഷകരെ കൊണ്ട് അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിച്ചു. ഈ കിട്ടിയവർ എന്ത് ചെയ്തു? ഫാമേഴ്സ് were compelled to work in these lands like slaves. അടിമകളെ പോലെ ഈ ഫാമേഴ്സിന് ആ ഒരു ഭൂമിയിൽ ജോലിയെടുക്കേണ്ടതായി വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കർഷകരുടെ സ്ഥിതി എങ്ങനെയായിരുന്നു? വളരെ ദയനീയമായ സ്ഥിതിയായിരുന്നു ഈ കർഷകർക്ക് ഉണ്ടായിരുന്നത്. പ്ലൈറ്റ്, ആ സ്ഥിതി, സിറ്റുവേഷൻ, അവരുടെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ദേ വർ മിസറബിൾ, വളരെ ദയനീയമായിരുന്നു, ദുരിതപൂർണമായിരുന്നു. മിസറബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം ദുരിതപൂർണം എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്.
അപ്പോൾ ഇത്രയുമാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് ആദ്യത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗങ്ങൾ കാണുക. കൂടുതലൊന്നും തന്നെ നമുക്ക് നോട്ടായിട്ട് ഇന്നില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പാഠം മനസ്സിരുത്തി വായിക്കുക. ഇനി ഇതിന് തുടർന്ന് വരുന്ന ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.